ഇനി നമ്മൾ നോക്കുന്നത് മക്മോഹൻ ലൈനാണ്. മക്മോഹൻ രേഖ 1914 ജൂലൈ 3 ഗ്രേറ്റ് ബ്രിട്ടൻ, ചൈന, ടിബറ്റ് എന്നിവർക്കിടയിൽ നടന്ന ഷിംല കൺവെൻഷനിൽ ഒപ്പുവെച്ചത് പ്രകാരം അന്നത്തെ ബ്രിട്ടീഷ് ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ പ്രദേശമായ അരുണാചൽ പ്രദേശിനും ഇന്നത്തെ ഇന്ത്യയിലെ സംസ്ഥാനമായ അരുണാചൽ പ്രദേശിനും ടിബറ്റിനിടയിൽ, ഇപ്പോഴത്തെ ചൈനയുടെ ഭാഗമായ ആ ടിബറ്റിനിടയിലുള്ള അതിർത്തി രേഖയാണ് മക്മോഹൻ രേഖ എന്ന് പറയുന്നത്. ഈ ഷിംല കൺവെൻഷനിൽ 1914 ഷിംല കൺവെൻഷൻ്റെ രൂപീകരണത്തിന് പ്രധാന പങ്ക് വഹിച്ച ബ്രിട്ടീഷ് ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ വിദേശകാര്യ സെക്രട്ടറി ആയിരുന്ന സർ ഹെൻറി മക്മോഹനാണ് ഈ രേഖ ഉണ്ടാക്കുന്നതിന് നിർണായകമായ പങ്ക് വഹിച്ചത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ പേരിലാണ് ഈ രേഖ മക്മോഹൻ രേഖ എന്ന് പറയുന്നത്. ഈ രേഖ ഇപ്പോഴും ചൈന അംഗീകരിക്കുന്നില്ല. ഈ ലൈൻ ചൈനീസ് ഗവൺമെൻറ് നിയമവിരുദ്ധമായിട്ടാണ് കണക്കാക്കുന്നത്. കാരണം ചൈന പറയുന്നത് 1914 കൺവെൻഷൻ ഒപ്പുവെച്ച ചൈനീസ് പ്രതിനിധികൾ, ആ കൺവെൻഷനിൽ പങ്കെടുത്ത ചൈനീസ് പ്രതിനിധികൾക്ക് അതിനുള്ള അവകാശമോ അധികാരമോ ഉണ്ടായിരുന്നില്ല എന്നാണ്. ആ കൺവെൻഷനിൽ പങ്കെടുക്കാനുള്ള ഒഫീഷ്യലായിട്ടുള്ള യാതൊരുവിധ അധികാരമോ അവകാശമോ ഉണ്ടായിരുന്നില്ല എന്നാണ് ചൈനീസ് ഗവൺമെൻറ് ഇപ്പോൾ പറയുന്നത്. ചൈന ഇപ്പോഴും അരുണാചൽ പ്രദേശിൻ്റെ, ഇന്ത്യയുടെ ഭാഗമായ ഇന്ത്യൻ സംസ്ഥാനമായ അരുണാചൽ പ്രദേശിൻ്റെ പല ഭാഗങ്ങളിലും അവകാശവാദം ഉന്നയിക്കുന്നുണ്ട്. 1962 ചൈന ഇന്ത്യ യുദ്ധത്തിലേക്ക് നയിച്ചതും ഈ ഒരു പ്രശ്നമായിരുന്നു. അത് ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ചൈന അവരുടെ സെറ്റിൽമെൻറ്റ് പലതും ഈ പ്രദേശത്ത് നടത്തുന്നുണ്ട്. ഇപ്പോഴും സമീപ ദിവസങ്ങളിലും അവർ ഒരുപാട് പ്രദേശങ്ങൾ പിടിച്ചെടുത്തതായിട്ടാണ് ഈ വാർത്തകളിലൊക്കെ ദേശീയ മീഡിയാസൊക്കെ റിപ്പോർട്ട് ചെയ്തത്. ഏതായാലും ഇത് ഇന്ത്യയും ചൈനയും തമ്മിലുള്ള തർക്ക വിഷയമായിട്ട് തുടരുന്നുണ്ട്.